7 ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടം വോട്ടെടുപ്പ് നാളെയാണ്. സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള വോട്ടർമാർ തയ്യാറായി കഴിഞ്ഞു. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെ വോട്ട് ചെയ്യാം. കെ സ്റ്റെഫിൻ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകും. സ്റ്റെഫിൻ, 2 ഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകൾ, അതിനുശേഷം തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകൾ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ? രാജീവ്, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇന്ന് ഏതായാലും സാമഗ്രികളുടെ വിതരണം നടന്നു. ഒപ്പം തന്നെ നിശബ്ദ പ്രചാരണം അവസാന ഘട്ടത്തിലാണ്. അതിൻ്റെ ഏതായാലും ആത്മവിശ്വാസത്തിൽ 3 മുന്നണികളും ഇങ്ങനെ നിൽക്കുകയാണ്. നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ് നാളെ നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വലിയ രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പാണ്. 3 മുന്നണികൾക്കും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ പല വിവാദങ്ങളും വന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ CPM പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ LDF പ്രതികൂലമായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റ് 2 പാർട്ടികളും വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ കുറേ നാളുകളായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലേക്കാണ് നയിച്ചത്. ഒപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള പല പ്രശ്നങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കൗൺസിലറുടെ ആത്മഹത്യ അടക്കമുള്ള പല വിഷയങ്ങളിലും BJPയും പ്രതിക്കൂട്ടിലാണ്. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ, പൊതുവിഷയങ്ങളെല്ലാം ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി ഇത് മാറും എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട കാര്യം. ഒപ്പം നാളെ രാവിലെ 7 മണി മുതൽ പോളിംഗ് തുടങ്ങുന്നു. ഇപ്പോൾ ഒരുപാട് VIP ബൂത്തുകളുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇന്ന് സാമഗ്രികളുടെ വിതരണമെല്ലാം പൂർത്തിയാക്കി. മറ്റ് സാധനങ്ങളെല്ലാം തന്നെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആളുകളെല്ലാം, പോലീസിനെ എല്ലാം തന്നെ പ്രത്യേകമായി അവിടെ നിയോഗിച്ചിട്ടുണ്ട്. 15,000 പോളിംഗ് ബൂത്തുകളാണ് ആകെ ഈ 7 ജില്ലകളിലായി ഉള്ളത്. അതിൽ 480 പ്രശ്നബാധിത ബൂത്തുകളുമുണ്ട്. അതോടൊപ്പം പ്രധാനമായും 3 കോർപ്പറേഷനുകൾ, തിരുവനന്തപുരം, കൊല്ലം, അതോടൊപ്പം തന്നെ എറണാകുളം കോർപ്പറേഷനുകളിൽ എന്ത് വിധിയാണ് കാത്തുവച്ചിരിക്കുന്നത് വോട്ടർമാർ എന്നുള്ളതിൽ നാളെ ഏതായാലും വോട്ടർമാരുടെ തീരുമാനം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ എത്തി നിൽക്കുകയാണ്. സ്റ്റെഫിൻ, ഇന്നലെ കുട്ടിക്കലാശമായിരുന്നു. ഇന്നിപ്പോൾ ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിധി വരുന്നു. കുറ്റക്കാരൊക്കെയാണ് എന്നുള്ളത് കോടതി വിധിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെ നാളത്തേക്കുള്ള ഒരുക്കങ്ങൾ, അത്തരത്തിലുള്ള വാർത്തകൾ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയോ? തീർച്ചയായിട്ടും അങ്ങനെ പോയി എന്നുള്ളത് തന്നെയാണ്. കാരണം സാധാരണഗതിയിൽ നമ്മുടെ ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ളൊരു ദിവസം, പോളിംഗിന് മുന്നോടിയായിട്ടുള്ളൊരു ദിവസത്തെ രാവിലെ ലൈവുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം, പല സ്ഥലത്തു നിന്നുള്ള അപ്ഡേറ്റുകൾ, കേരളമൊട്ടാകെ ഉള്ള വിവരങ്ങൾ, അതെല്ലാമാണ് ഇന്ന് പൂർണ്ണമായും നൽകുന്നത്. ഒപ്പം തന്നെ നിശബ്ദ പ്രചാരണവുമായി മുന്നണികളുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ത് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ ഇന്ന് നമ്മൾ വാർത്ത നൽകാറുള്ളത്. എങ്കിൽ പോലും ഒരു നിർണായകമായ ഒരു ദിവസമായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു നിർണായകമായ ഒരു കേസിന്റെ വാർത്തകൾ ഇന്ന് കൂടുതലായി നൽകിയതുകൊണ്ട് തന്നെ രാവിലെ അത്തരത്തിൽ ഉള്ള കാര്യങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. അതിൽ ഒരു നേരിയ കുറവ് ഏതായാലും വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഏതായാലും നാളെ 6 മണി മുതൽ മോക്ക് പോളിംഗ് തുടങ്ങും. അതിനുശേഷം 7 മണിക്ക് പോളിംഗ് തുടങ്ങും. എന്ത് വിധിയാണ് ജനങ്ങൾ ഈ ഓരോ സ്ഥാനാർത്ഥികൾക്കും അല്ലെങ്കിൽ ഓരോ മുന്നണികൾക്കും കാത്തുവച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നിർണായകം. അതിലേതായാലും നാളെ 7 മണി മുതൽ ആ ഒരു വിധിയെഴുത്ത് അറിയാം. സ്റ്റെഫിൻ, പ്രശ്ന സാധ്യതയുള്ള 480 ബൂത്തുകൾ ഈ തെക്കൻ കേരളത്തിൽ 7 ജില്ലകളിലായി മാത്രമുണ്ട് എന്നാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ത്രിതല സംവിധാനത്തിലുള്ള തെരഞ്ഞെടുപ്പാകുമ്പോൾ കൂടുതൽ വോട്ടിംഗ് മെഷീനുകൾ വേണ്ടിവരും. അതുകൊണ്ടാണ് 2 ഘട്ടമായി നടത്തുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ, അതായത് എല്ലായിടത്തും പോളിംഗ് മെഷീൻ എത്തുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇന്ന് തീർന്നിട്ടുണ്ടാകും. അതുപോലെ ഈ സുരക്ഷാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പരിഹരിക്കാനുള്ള ഇങ്ങനെയുള്ള വിന്യാസം എല്ലാം വളരെ പക്കയായി പൂർത്തിയായി കഴിഞ്ഞല്ലോ അല്ലേ? രാജീവ്, ഏതായാലും കൂടുതൽ പോലീസിനെ പ്രത്യേകമായി തന്നെ നിയോഗിച്ചിട്ടുണ്ട്. പോലീസിനപ്പുറത്തേക്ക് മോട്ടോർ വാഹന വകുപ്പിൻ്റെയും മറ്റ് അത്തരത്തിലുള്ള സേനാ വിഭാഗങ്ങളുടെയും എല്ലാം ഉദ്യോഗസ്ഥരെ പ്രത്യേകമായി തന്നെ ഈ സുരക്ഷയ്ക്കും അതോടൊപ്പം തന്നെ ബൂത്ത് കാവലിനും എല്ലാമായി നിയോഗിച്ചിട്ടുണ്ട്. സാധാരണ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആ തുടക്കം, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സാധാരണ രാവിലെ വരുന്ന ഒരുപാട് വാർത്തകൾ ഈ മെഷീൻ കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ടാണ്. അത് ഈ നഗരപ്രദേശങ്ങളിൽ നിന്നൊന്ന് വിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ വലിയ തരത്തിലുള്ള പരാതികൾ അത്തരത്തിൽ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പരിഹരിക്കുന്നതിന് വേണ്ടി ആളുകളുടെ എണ്ണം ചുരുക്കി ഓരോ ബൂത്തുകളും ക്രമീകരിക്കുക, 1200 പേരിൽ കൂടുതലുള്ള ഒരു ബൂത്തിന് അധികം ഒരു ബൂത്ത് അനുവദിക്കുക, ഒപ്പം തന്നെ ഒരുപാട് മാലിന്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ബൂത്തുകൾ അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ തെക്കൻ കേരളത്തിൽ ഈ 7 ജില്ലകളിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ മറ്റ് മധ്യ കേരളത്തിന് പുറത്ത് വടക്കൻ കേരളത്തിൽ നടക്കം ഉള്ള സേനാ വിഭാഗങ്ങളെ പ്രത്യേകമായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. പോലീസിൽ കൂടുതൽ അത്തരത്തിൽ എണ്ണം ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഉള്ള
മോട്ടോർ വാഹന വകുപ്പിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് ഫയർഫോഴ്സിന്റെയും എല്ലാം തന്നെ സേനാ വിഭാഗങ്ങളിൽ കൂടുതൽ എണ്ണം കൂട്ടിയിട്ടുണ്ട്. അത്തരത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആകെ 7 തെക്കൻ ജില്ലകളിലായി 33,360 സ്ഥാനാർത്ഥികളാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ നാളെ ജനവിധി തേടുന്നത്.